പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. പ്രിയങ്കാ ഗാന്ധിയുടെ കന്നി പാർലമെൻറ്റ് പ്രവേശനം നമ്മളെല്ലാവരും വളരെ രസകരമായി നോക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അല്ലേ. പ്രിയങ്കാ ഗാന്ധി ആദ്യമായി പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ കേരള സാരിയൊക്കെ ഉടുത്ത് നല്ലൊരു മലയാളി മങ്കയെ പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി പെട്ടെന്ന് വന്ന് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് അവരെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന ഒരു വീഡിയോ ഒക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. എനിക്കത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് സദാനന്ദന്മാരെയൊക്കെ ഓർമ്മയായി. പലരും നല്ലൊരു തുടക്കത്തിന് അപശകുനമായിട്ട് വിളിച്ചു, തടസ്സം പറഞ്ഞു എന്നൊക്കെ പറയുന്ന പറയാൻ സാധ്യതയുള്ളൊരു സാഹചര്യമായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു പിന്നിൽ നിന്നായിരിക്കും ഒരു പക്ഷേ വിളിക്കാൻ പാടില്ലാത്തതെന്ന്. പ്രിയങ്കാ ഗാന്ധി നല്ല ഐശ്വര്യമായിട്ട് മലയാളി മങ്കയായിട്ട് പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധി അവരെ പെട്ടെന്ന് തടഞ്ഞു നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരു രസകരമായ കാഴ്ച യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു. അങ്ങനെ നമ്മുടെ സാരി എന്ന് പറയുമ്പോൾ കേരള സെറ്റ് സാരി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ ജീവിതം നയിക്കാൻ നമ്മുടെ കേരള സെറ്റ് സാരിക്ക് പ്രിയങ്കാ ഗാന്ധി ഒരു അവസരം അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയിലൂടെ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. നമ്മുടെ രാഹുൽ ഗാന്ധി വയനാടിൻ്റെ MP ആയപ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു മലയാളി തനിമയോടെ ആണ് ഇപ്പോൾ എനിക്ക് പ്രിയങ്കാ ഗാന്ധിയെ കാണാൻ സാധിച്ചത്. എനിക്കൊരുപാട് സന്തോഷമായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള MP ആയിട്ട് പാർലമെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ടൊരു മലയാളികളുടെ ഒരു വേഷം ഉപയോഗിച്ചുകൂടാ. മുണ്ടും ഷർട്ടും പിന്നെ ഒരു കുഞ്ഞു കുറിയൊക്കെ തൊട്ട് നല്ലൊരു മലയാളി ചെറുപ്പക്കാരനായി പാർലമെൻറ്റിലേക്ക് കയറി ചെന്നുകൂടാന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കേരള സെറ്റ് സാരി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മലയാളികളുടെ ഒരു അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ളൊരു വേഷം എന്ന് പറയാം. മലയാളികളായിട്ടുള്ള സ്ത്രീകളുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു വേഷമെന്ന് നമുക്ക് കേരള സെറ്റ് സാരിയെ പറയാം. വയനാടിൻ്റെ മാത്രം ഒരു വേഷമല്ല കേരള സെറ്റ് സാരി. അങ്ങനെ വരുമ്പോൾ പ്രിയങ്കാ ഗാന്ധി മലയാളികളെ തന്നെയാണ് അവിടെ പാർലമെൻറ്റിൽ പ്രതിനിധീകരിച്ചുകൊണ്ട് കയറി ചെന്നത്. നമ്മൾ മലയാളികളുടെ എല്ലാ പ്രശ്നവും ഇന്ന് തൊട്ട് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രശ്നം തന്നെയാണ് എന്നതാണ് ഒരു വേഷത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മാത്രം ചുരുങ്ങാതെ അങ്ങ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വടക്ക് മുതൽ തെക്ക് വരെ എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നൊരു വേഷമാണ് ടീഷർട്ടും പാൻറ്റും എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയെ തന്നെ പ്രതിനിധീകരിക്കട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം അദ്ദേഹം ടീഷർട്ടും പാൻറ്റും തിരഞ്ഞെടുത്തത്. ടീഷർട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിരുന്നത് ആ ഒരു ഭാരത് ജോഡോ യാത്രയുടെ സമയത്തായിരുന്നു. എല്ലാവരും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ടീഷർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഉപയോഗിക്കാൻ ഒരുപാട് സൗകര്യമുള്ളൊരു വസ്ത്രം ആണ്, നന്മയുടെ പ്രതീകമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വസ്ത്രമാണ് ടീഷർട്ടും പാൻറ്റും. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു വസ്ത്രം രാഹുൽ ഗാന്ധി സെലക്ട് ചെയ്യുമ്പോൾ അത് സ്ഥിരം റെഗുലറായിട്ട് ആ ഒരു വേഷം തന്നെ രാഹുൽ ഗാന്ധി യൂസ് ചെയ്യുമ്പോൾ എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി അതിനെ വിലയിരുത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ടീഷർട്ടും പാൻറ്റും ഒരു സ്ഥിര വേഷമാക്കി സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി മുണ്ടെടുത്തൊരു വീഡിയോ ഞാനിതിൻ്റെ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കസവ് മുണ്ടൊക്കെ എടുത്ത ഒരു 2 വർഷം മുൻപാണെന്ന് തോന്നുന്നു. കേരളത്തിലെ ഏതെല്ലാമോ അമ്പലങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കസവ് മുണ്ടും കസവ് പൊടിയൊക്കെ ഉടുത്തിട്ട് അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ലൊരു രസകരമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ വിചാരിച്ചു ആ വീഡിയോ അങ്ങ് വൈറലാവുമെന്ന്, പിന്നെ ട്രോളൊക്കെ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ വേണ്ടത്ര വൈറലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ആ വീഡിയോയുടെ ഒരു രസം എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി മുണ്ട് പിടിച്ച് ഇങ്ങനെ നടക്കുന്ന അദ്ദേഹം ഒട്ടും കംഫർട്ടല്ല ഒരു വേഷത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നടത്തം കണ്ടാൽ തന്നെ മനസ്സിലാവും. ആ മുണ്ടെങ്ങാനും അഴിഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയോടെയാണ് അദ്ദേഹം ആ ഒരു കസവ് മുണ്ടൊക്കെ ഉടുത്ത് നടക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ഒരു വീഡിയോ. പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു മുണ്ടെടുത്തിട്ടുള്ള ആ ഒരു നിഷ്കളങ്ക ഭാവവും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയെ അങ്ങനെ ഒരു വേഷത്തിൽ കേരളത്തിൻ്റെ ഒരു വേഷത്തിൽ കാണാൻ കഴിയുന്നത് ആ ഒരു അമ്പല സന്ദർശനത്തിൽ മാത്രമാണ്.
ഇപ്പോൾ ടീഷർട്ട്, രാഹുൽ ഗാന്ധിയുടെ ടീഷർട്ട്, പ്രിയങ്ക ഗാന്ധിയുടെ കേരള സെറ്റ് സാരി എല്ലാം രാഷ്ട്രീയത്തിൽ ചർച്ചയായി. ഇനിയും ഇതുപോലെ നല്ല നല്ല ചർച്ചകൾ പൊളിറ്റിക്സിൽ ഉണ്ടാവട്ടെ എന്ന് പ്രശംസിക്കുന്നതോടൊപ്പം എല്ലാവർക്കും നന്മ നേരുന്നു. താങ്ക് യു.